Pebbles Live. ബുദ്ധിശാലിയായ നരി. പണ്ട് ഒരു കാട്ടിൽ ബുദ്ധിശാലിയായ ഒരു നരി ഉണ്ടായിരുന്നു. ഒരു ദിവസം അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നരി ഒരു ചത്തുപോയ ആനയുടെ ശരീരം കണ്ടു. ആന മാംസം തിന്നാനുള്ള ആർത്തിയോടെ നരി ആനയുടെ ഉടലിനരികിൽ ചെന്ന് പല്ലുകൾ കൊണ്ട് കടിച്ചു തിന്നാൻ ആശപ്പെട്ടു. എന്നാൽ ആനയുടെ തോൽ വളരെ കട്ടിയുള്ളതായിരുന്നു. നരി തന്റെ പല്ലുകളാൽ ആവുന്നത്ര കടിച്ചിട്ടും മാംസം കിട്ടിയില്ല. പോയ നരി ആനയുടെ അടുത്തിരുന്ന് എന്ത് ചെയ്യാമെന്നാലോചിച്ചു. ഒരു സിംഹം ആ വഴി വരുന്നത് നരി കണ്ടു. ആ സിംഹത്തിന്റെ അടുക്കൽ നരി വളരെ ഭവ്യമായി പറഞ്ഞു, രാജാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചത്തുപോയ ആനയുടെ ഉടലിന് കാവലിരിക്കുന്നത്. ദയവ് ചെയ്ത് തിന്നാലും. സിംഹം ഗർജിച്ചു. ഞാൻ മറ്റു മൃഗങ്ങളാൽ കൊല്ലപ്പെട്ട ഇരയെ തിന്നാറില്ല. നിനക്ക് ഈ കാര്യം അറിയാമെന്ന് കരുതുന്നു. വഴിമാറി നിൽക്ക. ഇങ്ങനെ പറഞ്ഞ് സിംഹം പോയി. സിംഹം ചത്തുപോയ ആനയുടെ ഉടൽ തിന്നാതെ പോയതിൽ നരിക്ക് സന്തോഷമുണ്ടായി. എങ്കിലും ആനയുടെ തോല് പിളർന്ന മാംസം എങ്ങനെ തിന്നും എന്ന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പുലി ഗർജിച്ചുകൊണ്ട് വന്നു. ഇത് അപായം എന്ന് മനസ്സിലാക്കിയ നരി ഈ പുലി തീർച്ചയായും ആനയുടെ മാംസം തിന്നാൻ തയ്യാറായിരിക്കുമെന്ന് കരുതി പുലി അടുത്തു വന്നപ്പോൾ നരി വേഗം പറഞ്ഞു, സിംഹരാജാവിന്റെ വേട്ടമൃഗത്തിനാണ് ഞാൻ കാവലിരിക്കുന്നത്. അവൻ കുളിക്കാൻ പോയിരിക്കുകയാണ്. അവൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഏതെങ്കിലും പുലി ഇവിടെ വന്നാൽ എന്റെ അടുത്ത് പറയൂ, ഈ കാട്ടിലുള്ള പുലികളെയെല്ലാം കൊല്ലാൻ ഞാൻ ശപഥം ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നീ വേഗം പോയിക്കോ. ഇത് കേട്ട പുലി പേടിച്ചോടിപ്പോയി. കുറച്ചു നേരത്തിൽ ഒരു പുള്ളിപ്പുലി അതിലേ വന്നു. ആ ബുദ്ധിശാലിയായ നരിക്ക് അറിയാമായിരുന്നു പുള്ളിപ്പുലിയുടെ കൂർമ്മയുള്ള പല്ലുകൾ തന്റെ പ്രശ്നത്തിന് തീർപ്പുണ്ടാക്കുമെന്ന്. അതുകൊണ്ട് നരി പുള്ളിപ്പുലിയെ ഒരു പുഞ്ചിരിയോടെ വരവേറ്റു. വരൂ സ്നേഹിത, വരൂ. വളരെ കാലമായല്ലോ കണ്ടിട്ട്. നീ എന്താ വിശപ്പ് കൊണ്ട് വാടിപ്പോയല്ലോ. ഈ ചത്തുപോയ ആനയുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസം നീ തിന്ന്. സിംഹത്തിനായി ഞാൻ ഇതിന് കാവലിരിക്കുകയാണ്. സിംഹം കുളിക്കാൻ പോയിരിക്കുകയാണ്. പേടിക്കണ്ട. അയ്യോ, ഞാനെങ്ങനെ സിംഹത്തിന്റെ ഇഴയെ തിന്നുക? സിംഹം കാണുകയാണെങ്കിൽ എന്നെ കൊല്ലില്ലേ? അത് വിചാരിച്ച് നീ വിഷമിക്കണ്ട. ഞാൻ ജാഗ്രതയായി കാവലിരിക്കാം. സിംഹം വരുമ്പോൾ ശബ്ദം ഉണ്ടാക്കാം. അപ്പൊ നീ ഇവിടുന്ന് ഓടിപ്പോയിക്കോ. വിശപ്പ് കൊണ്ട് വാടിയ പുള്ളിപ്പുലി അത് സമ്മതിച്ചു. നരിയോട് ഈ സന്ദർഭത്തിന് നന്ദി പറഞ്ഞു. പുള്ളിപ്പുലി ആനയുടെ ചർമ്മം കടിച്ചു കീറാൻ തുടങ്ങി. നരിയും അത് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. നരി ശബ്ദമുണ്ടാക്കി, ആ സിംഹം വരുന്നു, ഓടിക്കോ. അടുത്ത നിമിഷത്തിൽ പുള്ളിപ്പുലി അവിടെ നിന്നും ഒറ്റയോട്ടം. നരിക്ക് സന്തോഷമായി. ചിരിച്ചുകൊണ്ട് നല്ല രുചിയുള്ള ഭക്ഷണം ഒറ്റയ്ക്ക് തിന്നു. അറിവാണ് ശരിയായ ആയുധം. കാക്കയും പാമ്പും. പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ ഉയരമുള്ള ഒരു മരച്ചില്ലയിൽ ഒരു കാക്ക കൂടുകെട്ടി താമസിച്ചു. ആ മരത്തിന്റെ താഴെ ഒരു പുറ്റിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നു. ഒരു ദിവസം കാക്ക മുട്ടയിട്ടു. വിശപ്പ് സഹിക്കാതെ കാക്ക ഇര തേടി വെളിയിലേക്ക് പറന്നു. ആ സമയത്ത് പാമ്പ് പതുക്കെ മരത്തിലേക്ക് ഇഴഞ്ഞു കയറി കാക്കയുടെ കൂട്ടിനടുത്തെത്തി. കാക്കയുടെ മുട്ടകളെ കണ്ടതും പാമ്പിന്റെ നാവിൽ വെള്ളമൂറി. ചില മണിക്കൂറുകൾക്കുള്ളിൽ കാക്ക കൂട്ടിൽ തിരിച്ചെത്തി. തന്റെ മുട്ടകൾ ആരോ തിന്നതറിഞ്ഞു. കാക്കയ്ക്ക് ഭയങ്കര ദുഃഖം വന്നു. ആരായിരിക്കും തന്റെ മുട്ടകൾ തിന്നതെന്ന് കാക്ക ആലോചിച്ചു. കുറ്റവാളിയെ പിടിക്കാൻ അതൊരു പദ്ധതിയിട്ടു. 2ാം പ്രാവശ്യം കാക്ക മുട്ടയിട്ടു. ഇത്തവണ കാക്ക എങ്ങും പോകാതെ മുട്ടകൾ ആര് തിന്നുമെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് പാമ്പ് പുറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഇഴഞ്ഞു കയറി മുട്ടകൾ തിന്നു. അത് കണ്ട കാക്ക ഞെട്ടിപ്പോയി. അത് മറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നും വെളിയിൽ വന്നു. എന്ത് ധൈര്യത്തിലാണ് ഇത് ചെയ്തത്? ആരാ അത്? കാക്കയോ? നീ ഇവിടെ തന്നെ ഉണ്ടോ? ഏയ്, നീ എങ്ങനെ എന്റെ മുട്ടകൾ തിന്നും? നിനക്ക് നാണമില്ലേ? ഞാനെന്തിന് നാണിക്കണം? എനിക്ക് വിശന്നു. ഞാൻ നിന്റെ മുട്ടകൾ തിന്നു, അത്രേ ഉള്ളൂ. ഈ തെറ്റ് വീണ്ടും നീ ചെയ്യരുത്. ചെയ്താൽ ഞാൻ നിന്നെ കൊന്നുകളയും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് പ്രശ്നമില്ല. കാക്ക തന്റെ സുഹൃത്ത് നരി വരുന്നത് കണ്ടു.
കാക്ക മരത്തിൽ നിന്ന് താഴെ പറന്നു വന്ന് നരിയുടെ അടുക്കൽ കരഞ്ഞു. ഏയ്, എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? ആ, ഒരു പാമ്പ് സൂത്രത്തിൽ എന്റെ മുട്ടകൾ തിന്നുകളഞ്ഞു. ആ പാമ്പിനെ എനിക്ക് ശിക്ഷിക്കണം. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് സഹായത്തിന് ആരുമില്ല. സ്നേഹിത, നീ വിഷമിക്കാതെ, ഞാൻ നിന്നെ സഹായിക്കാം. നീ എങ്ങനെയാ എന്നെ സഹായിക്കുക? കഴിയും സുഹൃത്തെ, എന്റെ അടുത്തൊരു പദ്ധതിയുണ്ട്. കേക്ക്, കരയാതെ. ശരി ശരി, പറയോ. എന്റെ പ്രിയ സുഹൃത്തെ, കേക്ക്. നീ നമ്മുടെ രാജകുമാരി കുളിക്കുന്ന നദീതീരത്ത് ചെല്ലുക. രാജകുമാരി കുളിക്കുന്നതിന് മുമ്പ് മുത്തുമാല അഴിച്ച് കരയിൽ വെക്കും. ആ സമയത്ത് നീ ആ മുത്തുമാല എടുത്തുകൊണ്ട് വന്ന് പാമ്പിന്റെ പുറ്റിലിടു സുഹൃത്തെ. ഞാൻ ആ മാലയെടുത്ത് പാമ്പിന്റെ പുറ്റിലിട്ടാൽ എന്താവും? ഞാൻ പറഞ്ഞത് കേക്ക്, പിന്നെ നോക്ക് എന്താകുമെന്ന്. കാക്ക രാജകുമാരി കുളിക്കുന്നിടത്തേക്ക് പറന്നു ചെന്നു. മുത്തുമാല എടുത്തു. അതുകണ്ട രാജകുമാരി ശബ്ദമുണ്ടാക്കി കാവൽക്കാരെ വിളിച്ചു. കാവൽക്കാർ ആ കാക്ക പോയ വഴിയെ പിന്തുടർന്ന് ചെന്നു. കാക്ക മാല പാമ്പിന്റെ പുറ്റിലിട്ടു. എന്ത് നടക്കുന്നു എന്നറിയാത്ത പാമ്പ് കഴുത്തിൽ മാലയോടെ തല പുറത്തേക്ക് നീട്ടി. അത് കണ്ട രാജകുമാരിയുടെ കാവൽക്കാർ പാമ്പിനെ അടിച്ചു കൊന്നിട്ട് ആ മാല കൊണ്ടുപോയി. ഇത് കണ്ടുകൊണ്ടിരുന്ന കാക്ക തന്റെ ദുഃഖം മറന്നു നരിയോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു. പിന്നെ ആ കാക്ക മുട്ടയിട്ട് സന്തോഷമായി ജീവിച്ചു. Pebbles Live